ഹലോ എവരിവൺ. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും മനോഹരമായതും ഇന്ത്യയിലെ തന്നെ മറ്റു ബീച്ചുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുമായ വർക്കല ബീച്ചാണ് ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രകൃതി ഭംഗിയും ആത്മീയതയും സാഹസിക വിനോദങ്ങളും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന ഈ ബീച്ചിനെ അടുത്തറിയാൻ ഈ വീഡിയോ മുഴുവനും കാണണം കേട്ടോ. കേരളത്തിൻ്റെ തെക്കൻ തീരത്ത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് വർക്കല. ഈ വർക്കല ബീച്ചിനെ ലോക പ്രശസ്തമാക്കുന്നത് അതിൻ്റെ അപൂർവമായ ചുവന്ന ലാറ്ററൈറ്റ് ക്ലിഫുകളാണ്. ഏകദേശം 20 മുതൽ 30 മീറ്റർ വരെ ഉയരത്തിൽ 3 കിലോമീറ്ററിലധികം നീളത്തിൽ കടലിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന ഈ ക്ലിഫുകൾ വർക്കലയെ മറ്റെല്ലാ ബീച്ചുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. ക്ലിഫിൻ്റെ മുകളിൽ നിന്നാൽ അറബിക്കടലിൻ്റെ അനന്തമായ നീലിമയും തിരമാലകളുടെ സംഗീതവും അതിമനോഹരമായ സൂര്യാസ്തമയവും ഒരേ സമയം നമുക്ക് ആസ്വദിക്കാം. അതുകൊണ്ടാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് സഞ്ചാരികൾ വർക്കലയിലേക്ക് എത്തുന്നത്. ഇത്രയും കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിഫ് എന്താണെന്നൊരു ഡൗട്ട് വന്നേക്കാം. ക്ലിഫ് എന്ന് വെച്ചാൽ ഒരു കടൽ തീരത്തിൻ്റെയോ ഒരു നദിയുടെയോ മലമ്പ്രദേശത്തിൻ്റെയോ അരികിൽ നേരെ ഉയർന്നു നിൽക്കുന്ന കുത്തനെയുള്ള പാറക്കെട്ടിനെയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. വർക്കല ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. കേരളത്തിൻ്റെ മിക്ക ബീച്ചുകളും സമതല പ്രദേശങ്ങളാണ്. എന്നാൽ വർക്കലയെ വ്യത്യസ്തമാക്കുന്നത് അറബിക്കടലിന് അഭിമുഖമായി ഉയർന്നു നിൽക്കുന്ന ചുവന്ന ലാറ്ററൈറ്റ് പാറക്കെട്ടുകളായ ക്ലിഫുകളാണ്. ഇത്തരത്തിൽ പ്രകൃതിദത്ത ക്ലിഫുകൾ ഇന്ത്യയിൽ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ വർക്കലയെ ഭൂമിശാസ്ത്രപരമായും വളരെ പ്രധാനപ്പെട്ട സ്ഥലമായി കണക്കാക്കുന്നു. ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് സൂര്യാസ്തമയം കാണുന്നത് ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമാണ്. ക്ലിഫിൻ്റെ കൂടുതൽ കാഴ്ചകൾ താഴെയുള്ള ബീച്ച് കാഴ്ചകൾ കഴിഞ്ഞിട്ട് കാണിക്കാം. വർക്കല ബീച്ചിൻ്റെ മറ്റൊരു പേരാണ് പാപനാശം ബീച്ച്. പാപനാശം എന്ന വാക്കിൻ്റെ അർത്ഥം പാപങ്ങളെ നശിപ്പിക്കുന്നത് എന്നാണ്. ഇവിടെ കടലിൽ വിശുദ്ധ സ്നാനം നടത്തുകയും പിതൃബലി അർപ്പിക്കുകയും ചെയ്താൽ പൂർവികർക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും ജീവിതത്തിലെ ദോഷങ്ങൾ മാറുമെന്നും ഹൈന്ദവ വിശ്വാസമുണ്ട്. ഇവിടെ കർക്കിടക വാവ് ബലി അർപ്പിക്കുന്നത് വളരെ പ്രശസ്തമാണ്. പുരോഹിതരുടെ നേതൃത്വത്തിൽ ദർഭയും എള്ളും അരിയും ഉപയോഗിച്ച് പിതൃബലി അർപ്പിക്കുന്നത് നമുക്കിവിടെ കാണാം. വാവുബലി കഴിഞ്ഞ് നിരവധി ഭക്തർ ഇവിടെ അടുത്തുള്ള ചരിത്ര പ്രാധാന്യമുള്ള ജനാർദ്ദന സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നു. 2000 വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിന് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വർക്കലയെ ദക്ഷിണ കാശി എന്നും വിളിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ പാപനാശം ബീച്ചിന് ഹൈന്ദവർക്കിടയിൽ ആത്മീയമായ വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ കുളിച്ചാൽ പാപങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് എല്ലാ വർഷവും കർക്കിടകം വാവ് ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിതൃക്കൾക്ക് ബലിയർപ്പിക്കാനായി ഇവിടെ എത്തുന്നത്. ആത്മീയതയിലേക്ക് വഴി തുറക്കുന്നതാണ് വർക്കലയുടെ ചരിത്രവും. വർക്കല എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാമോ? പുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ നിരവധി ഋഷിമാർ പാപമോചനത്തിനായി ഈ പ്രദേശത്തെത്തി. അപ്പോൾ നാരദ മഹർഷി അവർ ധരിച്ചിരുന്ന വൽക്കലം അഥവാ മരത്തലി കൊണ്ടുണ്ടാക്കിയ വസ്ത്രം കടലിലേക്ക് എറിയാൻ നിർദ്ദേശിച്ചു. ആ വൽക്കലം കരയിൽ അടിഞ്ഞ സ്ഥലമാണ് പിന്നീട് വൽക്കലം എന്നും ക്രമേണ അത് വർക്കല എന്നും അറിയപ്പെട്ടത് എന്നാണ് വിശ്വാസം. പിതൃതർപ്പണത്തിന്റെ ഭാഗമായി കടലിൽ ഒഴുക്കാൻ പോകുന്നവരാണ് ഇവർ.
ചെറിയൊരു അരുവി പോലെ തോന്നുന്ന ഈ ജലം മുകളിൽ ക്ലിഫിൽ നിന്ന് ഊറി വരുന്നതാണ്. അതായത് ചുവന്ന ലാറ്ററൈറ്റ് പാറകൾക്കിടയിൽ നിന്ന് വരുന്നതാണ്. ചെറുവള്ളക്കാർ കൊണ്ടുവന്ന മീനുകൾ എടുക്കുകയാണിവർ. ട്രോളിംഗ് നിരോധനം മൂലം ആഴക്കടലിൽ മത്സ്യബന്ധനം പാടില്ലല്ലോ. കാക്കകൾ ഇന്നിവിടുത്തെ അതിഥികളാണ്, വിശിഷ്ടാതിഥികളാണ്. ഒരു വശത്ത് ആത്മീയ ആനന്ദത്തിനു വേണ്ടിയുള്ള പിതൃതർപ്പണവും മറുവശത്ത് മത്സ്യബന്ധനവും ആസ്വാദനങ്ങളും. വർക്കല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഈ കാലയളവിൽ കാലാവസ്ഥ സുഖകരവും കടൽ പൊതുവെ ശാന്തവുമായിരിക്കും. നിരവധി വിനോദോപാധികളാണ് ആ സമയം സന്ദർശകരെ കാത്തിരിക്കുന്നത്. വർക്കല ബീച്ചിലെത്തുന്ന ഓരോ സഞ്ചാരിക്കും മറക്കാനാകാത്ത അനുഭവങ്ങളാണ് ആ സമയം ഇവിടെ കാത്തിരിക്കുന്നത്. ശാന്തമായ തിരമാലകളിൽ സുരക്ഷിതമായി കടലിൽ കുളിക്കാം. സ്വർണ്ണ നിറമുള്ള കടൽ മണൽപ്പുറത്ത് സൺബാത്ത് ആസ്വദിക്കാം. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സീസണിൽ സർഫിങ്ങും ജെറ്റ് സ്കീയിങ്ങും ബനാന ബോട്ട് റൈഡും അങ്ങനെ ഒത്തിരി വാട്ടർ സ്പോർട്സും ഇവിടെ പരീക്ഷിക്കാം. കാലാവസ്ഥ അനുകൂലമായാൽ പാരാഗ്ലൈഡിങ്ങും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയുള്ള നടത്തവും വേറിട്ട അനുഭവം സമ്മാനിക്കും. ഇവയ്ക്കൊപ്പം വർക്കല ക്ലിഫിലൂടെ നടക്കുന്നത് അറബിക്കടലിന്റെ മനോഹരം ദൃശ്യങ്ങളും ക്ലിഫിനോട് ചേർന്ന കഫേകളും ഷോപ്പുകളും ആസ്വദിക്കാം. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തിന്റെ വിസ്മയകരമായ കാഴ്ച വർക്കല യാത്രയെ കൂടുതൽ മനോഹരമാക്കും. വർക്കല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെ തന്നെയാണ്. ഈ കാലയളവിൽ കാലാവസ്ഥ സുഖകരവും കടൽ പൊതുവെ ശാന്തവുമായിരിക്കും. എന്നാൽ മഴക്കാലത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ചില വാട്ടർ സ്പോർട്ടുകൾക്ക് നിയന്ത്രണം ഉണ്ടായേക്കാം. അതുകൊണ്ട് പ്രകൃതി ഭംഗിയും സാഹസിക വിനോദങ്ങളും വിശ്രമവും ഒരുമിച്ച് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വർക്കല ബീച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ക്ലിഫ് ഹൗസ് കണ്ട് മടങ്ങാം. എന്നിട്ട് താഴേക്ക് വീണ്ടും വരാം. കടലിന് അഭിമുഖമായി നിൽക്കുന്ന ചെങ്കൽ പാറകൾ, കഫേകൾ, റിസോർട്ടുകൾ, മനോഹരമായ സൂര്യാസ്തമയം എന്നിവയാണ് ക്ലിഫിന്റെ പ്രധാന ആകർഷണങ്ങൾ. ഇതിലെ താഴേക്ക് കുത്തനെ ഇറങ്ങാനും കയറാനും സാധിക്കും. ബീച്ചിലേക്ക് പോകാനുള്ള വഴി തന്നെയാണത്. സായാഹ്നമാകുമ്പോൾ ഇവിടെയൊക്കെ സന്ദർശകരെ കൊണ്ട് നിറയും. വർണ്ണാഭമായ ദീപപ്രഭയും ഇമ്പമാർന്ന സംഗീതവും സ്വാദിഷ്ടമായ വിഭവങ്ങളും വിളമ്പുന്ന അടിപൊളി റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല, ആയുർവേദ സ്പാകൾ, റിസോർട്ടുകൾ, ചെറിയ ഷോപ്പുകൾ എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് അറബിക്കടലിൻ്റെ വിശാലമായ കാഴ്ചയും സൂര്യാസ്തമയവും ആസ്വദിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുഭവമാണ്. കടലിൽ കുളിക്കുന്നതോടൊപ്പം സീസണിൽ സർഫിംഗ്, പാരാഗ്ലൈഡിംഗ്, ബോട്ട് യാത്ര എന്നിവ ആസ്വദിക്കാനും ഒപ്പം തന്നെ യോഗ, ആയുർവേദ ചികിത്സ എന്നിവയ്ക്കായും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു. പകൽ കാണുന്നത് പോലെയല്ല കേട്ടോ രാത്രിയിൽ. സായാഹ്നത്തിൽ ഞങ്ങൾ വന്നിരുന്നു. അതിൻ്റെ വീഡിയോകൾ ഞാൻ ചേർക്കാം. അതിരാവിലെ ആയതിനാൽ കഫേകളും റെസ്റ്റോറൻറ്റുകളും കടകളും എല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. സായാഹ്നമാകണം ഇവിടെ സജീവമാകാൻ.
ജാഗ്രത, ക്ലിഫ് എഡ്ജ്. ക്ലിഫിൻ്റെ ഏകദേശം നല്ല ഉയരമുള്ള സ്ഥലത്താണ് ഞങ്ങൾ. ഈ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ് മുകളിലേക്ക് കുത്തനെ കയറുന്നതും ഇറങ്ങുന്നതും. ഞങ്ങൾ അതിലൂടെയല്ല വന്നത് കേട്ടോ. മുകളിൽ നിന്നുള്ള കടൽ കാഴ്ച കാണാൻ ഞങ്ങൾ സ്കൈ ലോഞ്ച് എന്ന റെസ്റ്റോറൻറ്റിന് മുകളിൽ കയറി. എത്ര മനോഹരമാണ് മുകളിൽ നിന്നുള്ള കടലിൻ്റെ വ്യൂ എന്ന് നോക്കുക. വെറുതെയല്ല വിദേശികൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഇനി ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് കുത്തനെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും ഇറങ്ങുവാൻ പ്രയാസമായതിനാൽ കുറച്ച് താഴേക്ക് ചെന്നിട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങാം എന്ന് വെച്ചു. ഇത് ഹിൽ വ്യൂ റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഭംഗിയായി, നല്ല നീറ്റായി നിർമ്മിച്ചിരിക്കുന്നു. അടിപൊളിയായി തോന്നി കേട്ടോ. ഇവിടെ നിന്നും കടലിൻ്റെ വ്യൂ വളരെ മനോഹരമായിരിക്കുന്നു. ദൂരെ ബാഹുബലി നടന്ന ആ സ്ഥലം നമുക്ക് കാണാം. എത്ര കണ്ടാലും മതിവരാത്ത ഒരു മാസ്മരികത ഈ കടലിനുണ്ട്. ഇത് ഗ്രീൻ പാലസ് ഹോട്ടലാണ്, കൂടെ അബ്ബ റെസ്റ്റോറൻറ്റ്. വിദേശ സഞ്ചാരികൾക്കായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലെ.
ഡയാന ബ്യൂട്ടി ആൻഡ് ആയുർവേദിക് പഞ്ചകർമ്മ മസാജിംഗ് സെന്റർ. അതിരാവിലെ ആയതിനാൽ എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. എത്ര കണ്ടിട്ടും മതിവരാത്ത അത്ര ഭംഗിയിൽ കടൽ. കടലിനെ തടുക്കുവാൻ എന്നോണം കുത്തനെ ഉയർന്നു നിൽക്കുന്ന ക്ലിഫ്. രാവിലെ മുകളിലേക്ക് കയറിയപ്പോൾ അടഞ്ഞുകിടന്നിരുന്ന കടകൾ തുറന്നു തുടങ്ങി. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. സ്റ്റേയ്ക്ക് റൂമും അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ കാണിച്ച സ്റ്റെപ്പിലൂടെയാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇറങ്ങി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങൾ താഴെ ബീച്ചിലെത്തി. ഇത് താഴേക്ക് ഇറങ്ങി വന്ന സ്റ്റെപ്പുകളാണ്. സീ റാഫ്, കടലിൽ ഇറങ്ങുന്നത് സ്വിമ്മിങ് പാടില്ല എന്നൊക്കെ അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചുവന്ന കല്ലാണ് ലാറ്ററൈറ്റ് കല്ല് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ക്ലിഫ് ഈ ലാറ്ററൈറ്റ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാപനാശം ബീച്ചിൽ ഇപ്പോഴും തിരക്കൊഴിഞ്ഞിട്ടില്ല. ഇനി വർണ്ണാഭമായ കുറച്ച് സായാഹ്ന കാഴ്ചകൾ കൂടി കാണിക്കാം. Beach restaurant. രാവിലെ കണ്ടതുപോലെ അല്ല സായാഹ്നം. വളരെ മനോഹരമല്ലേ? പ്രകൃതിയുടെ മനോഹാരിതയും ആത്മീയ വിശ്വാസവും ചരിത്രവും സംസ്കാരവും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന കേരളത്തിലെ അപൂർവ സ്ഥലമാണ് വർക്കല.
ഒരിക്കൽ ഇവിടെ എത്തിയാൽ ഈ തീരത്തിൻ്റെ ശാന്തതയും സൂര്യാസ്തമയവും കടലിൻ്റെ സംഗീതവും മനസ്സിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോകില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിഫോർ ദ സൺസെറ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി. വീണ്ടും മറ്റൊരു യാത്രാവിശേഷവുമായിട്ട് കാണാം. താങ്ക് യു.